ഇന്നലെ വിളിച്ച് കല്യാണം കഴിക്കുവാൻ ഞങ്ങൾ ഉറച്ചു. അക്ക വരണം, അക്കായി വരണം, അക്കായിൻ്റെ അങ്ങളെ സ്വാമി വരണം കല്യാണത്തിന്. എന്താ ചിരി ഇവിടെ ഒരു കുഴപ്പമില്ല. നന്നായി നോക്കണ്ടവര്. ഓ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിചാരിച്ചു കിടക്കില്ല. അന്നേക്ക് അവിടെയാണെങ്കിൽ അവർ ഓരോ പണിക്കൊക്കെ പോകുമ്പോ ഭക്ഷണത്തിനും വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ അതൊന്നുമില്ല. എന്നെ നോക്കുന്നുണ്ടാവും, നല്ലപോലെ നോക്കുന്നുണ്ടാവും. സ്നേഹിക്കണം നിങ്ങൾ. ആണല്ലേ. അപ്പൊ മൊയ്നൂക്ക, വണ്ടിയില് ഭക്ഷണമൊക്കെ റെഡി അല്ലേ? എല്ലാം റെഡി ആയി. തുറക്കാനുള്ള സാധനം റെഡി അല്ലേ? ഫുള്ള് സെറ്റാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. റമദാൻ മാസം 2026 ഈ വർഷത്തെ റമദാൻ മാസത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നതാണ് 27-ാം രാവ് എന്ന് പറയുന്നത്. ഇന്ന് നോമ്പ് 26, 27-ാം രാവ്. ഇന്നത്തെ ദിവസം നമ്മുടെ പെരിന്തൽമണ്ണയുടെ അഭിമാനമായിട്ടുള്ള ഗ്രീൻ ടേബിളിന്റെ ഒരു കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ്ങും കൂടി ഇതാ ഇപ്പൊ വളരെ എളിമയായിട്ട് നടത്താൻ പോവുക. അത് നമ്മുടെ ഗ്രീൻ ടേബിളിന്റെ എല്ലാമായിട്ടുള്ള നെടുന്തൂണായിട്ടുള്ള ഗ്രീൻ ടേബിളിന്റെ കൂടി അതേപോലെ തന്നെ പെരിന്തൽമണ്ണയുടെ കൂടി അഭിമാനമായിട്ടുള്ള നമ്മുടെ ഷെഫ് ഷാജിയുടെ വിഭവങ്ങൾ ഇന്ന് അർഹതപ്പെട്ട, അതായത് ഏറ്റവും ഹയറായിട്ട് അർഹതപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഗ്രീൻ ടേബിളിൻ്റെ ഒരു ഈ കാറ്ററിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോണത് വേറെ എവിടേക്കല്ല, കരുവാരുണ്ടിലുള്ള നമ്മൾ ആരോരുമില്ലാത്ത കുറച്ച് അമ്മമാർ, ഉമ്മമാർ, അമ്മച്ചിമാർ, അങ്ങനെ ഒരു കിടപ്പ് രോഗികളായിട്ടുള്ള അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷെഫ് ഷാജി മുന്നിലേക്ക് ഇറങ്ങി. അത് എന്നെയും ആഷിനെയും കൂടി വിളിച്ച് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നമുക്കെന്നാ തുടങ്ങല്ലേ? എന്നാ പോയി നോക്കാം. ഞങ്ങളും നോമ്പ് തുറക്കുന്നത് അവിടെ വെച്ച്. നമ്മുടെ ഹാപ്പി ലൈഫ് എങ്ങനെ ഇപ്പോൾ ദൈനംദിനം നടത്തിക്കൊണ്ടുപോകുന്നത്? നമ്മുടെ ഈ സ്ഥാപനം ഇതിൻ്റെ ഓരോ ദിവസത്തെ ദൈനംദിന ചെലവുകൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ നാട്ടിൽ നിന്നുള്ള നല്ലവരായ അയൽവാസികളും ഇവിടുത്തെ നാട്ടിലത്തെ ജനങ്ങളും അതേപോലെ തന്നെ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ പല ഭാഗങ്ങളിലുണ്ട്. ഇപ്പം നമ്മളൊക്കെ വ്യക്തിബന്ധത്തിൽ ഞങ്ങളെ കമ്മിറ്റിയിൽ പെട്ട 3-4 ആളുകളുണ്ട്. അവരുടെ ബന്ധത്തിൽ അങ്ങനെ ഓരോ ആളുകളെ സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് നിത്യേന വേണ്ടത് ഭക്ഷണവും മരുന്നുമാണ്. പ്രായമുള്ള ആളുകളാണ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അവരെ ഓരോ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കാര്യവും മരുന്നിൻ്റെ കാര്യവും അതേപോലെ തന്നെ ഇവർ 5 പേര് കടപ്പ് രോഗികളാണ്. അത് ഒരാൾ തന്നെ ഇപ്പോൾ ഒരു ദിവസം 3-4 ഒക്കെ പമ്പേഴ്സ് മാറ്റി കൊടുക്കേണ്ട അവസ്ഥയിലുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് ചിലവുകളുള്ളത്. നിങ്ങൾ ആരെങ്കിലും അറിയിക്കുന്നതാണോ? എങ്ങനെയാണ് ഇവിടെ അങ്ങനെ എത്തിപ്പെടുന്നത്? എങ്ങനെ നമ്മളെ ഓരോ ആളുകൾ ഇങ്ങനെ വിളിക്കും, പല നമ്പർ എങ്ങനെയെങ്കിലും കിട്ടിയിട്ടായിരിക്കും. അങ്ങനെ വിളിച്ചിട്ട് അന്വേഷിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് ഇത് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റെടുക്കേണ്ട ആളാണെന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ട് ആരും ഏറ്റെടുക്കാനില്ലാതെ തീർത്തും അനാഥകളാണ്, ഒറ്റപ്പെട്ടു പോയവരാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഒന്നാമത് നമുക്ക് ഇവിടെ കുറഞ്ഞ ആളുകൾക്കുള്ള സൗകര്യമുള്ളൂ. അപ്പോൾ ഉള്ളത് ഒരു ജനുവിനായ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ആളുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത്. അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുക, പരിപാലിക്കുക എന്നുള്ളത്. ഇതിപ്പോ വെറും ലേഡീസ് മാത്രമാണ്, സ്ത്രീകൾ മാത്രമാകുമ്പോൾ ഇവിടെ ഉള്ള ഇവരെ സഹായിക്കുന്ന സ്റ്റാഫുകളും ഇവരെ ഇവിടുത്തെ ക്ലീനിങ്, ഇവിടുത്തെ കുക്കിംഗ്, അതുപോലെ ഇവിടെ കെയർ ടേക്കർമാരായിട്ടുള്ള ആളുകളൊക്കെ ലേഡീസ് തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ്. മൊത്തം എത്ര പേരാണ് ഇവിടെ? സ്റ്റാഫുകൾ ഇപ്പോൾ 4 പേരാണുള്ളത്. ഉസ്താദിന്റെ പേരെന്താ? എൻ്റെ പേര് ഷിയാബുദ്ദീൻ മദനി. ഞാൻ സ്ഥാപനത്തിന്റെ ചെയർമാനായിട്ട് സേവനം ചെയ്യും. 8 മാസമായിട്ട് പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആണ്. ഏറ്റവും സ്വാദിഷ്ടമായിട്ടും അതേപോലെ തന്നെ ശുചി, അതായത് ട്രാൻസ്പെറന്റ് ആയിട്ട് കിച്ചണൊക്കെ കാണുന്ന പോലത്തിൽ അത്രയും വൃത്തിയായിട്ട് കൊടുത്തു വരുന്ന ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അവരുടെ ഒരു കാറ്ററിംഗ് ഡിവിഷൻ, അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ട്, അതിന്റെ ഒരു ബർക്കത്ത്. അതേപോലെ തന്നെ ഈ ഒരു അമ്മമാരും ഈ ഒരു ഉമ്മമാരും അതുപോലെ ഇവിടെ ഉള്ള ഈ അമ്മച്ചിമാരും ആരും ഇല്ലാത്തവര്, അവരെ നോക്കുന്ന
നിങ്ങൾക്ക് സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ഭക്ഷണം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കണം. ഏതായാലും നമുക്ക് പറയാനുള്ളത് ഇനി ഒരുപാട് ഇതാണ് ഷെഫ്. അതിന്റെ അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാമാണ് മെയിൻ ആളാണ് ഷെഫ് എന്ന് പേരാണെങ്കിലും അതിന്റെ മെയിൻ ആളാണ്. അതെ, പുള്ളിയാണ് എല്ലാം അവിടെ നമ്മളെ മണിയേട്ടൻ പാർട്ണർ. അപ്പൊ ഇതില് കാണുന്നവരോട് പറയാറുള്ളത് പിന്നെ ഇത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മേലാറ്റൂർ എടപ്പറ്റ പഞ്ചായത്തിലെ അക്കരപ്പുറം എന്നാണ്. അതായത് നമ്മുടെ വീട്ടിലെ ഇനി എന്ത് പരിപാടിയാണെങ്കിലും കുട്ടികളുടെ നമ്മളൊരു ബർത്ത്ഡേ ആഘോഷിക്കല് ഇപ്പൊ എല്ലാ വീടുകളിലും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷമായാലും ശരി, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടിയായാലും ശരി, ഇനിയിപ്പോൾ നമ്മളെ ഓർമ്മ ദിനങ്ങൾ, മരിച്ചുപോയവരുടെ ആണ്ട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളവരുടെ അടുത്ത് എത്തുമ്പോൾ കുറേ നമ്മൾ പൈസ പലതിനും പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ ആരോരുമില്ലാത്ത എന്തെങ്കിലും മക്കളായിട്ട് നമ്മളൊരു ദിവസം വന്ന് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാണുന്നത് ഇവർക്ക് ദൈനംദിനമുള്ള ഭക്ഷണത്തിൻ്റെ ചിലവ്, മരുന്നിൻ്റെ ചിലവ്, ഡയപ്രം ഇതുപോലുള്ളത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഒരു മാസത്തേക്കുള്ളതോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്താൽ ഇവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇവർക്കൊരു വലിയൊരു ഉപകാരം കൂടിയാവും.